ഡോക്ടർ ബി ജയരാജ്, ഈ തരൂരിൻ്റെ വ്യവസായ വകുപ്പിനെ പുകഴ്ത്തൽ വന്ന ഉടനെ CPM നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത് വന്നുവല്ലോ. ഇന്ന് AK ബാലൻ പറഞ്ഞത് ശശി തരൂർ മഹാനായ നേതാവാണ് എന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധി എന്നാണ്. വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. നോക്കൂ, സമൃദ്ധിയിലേക്കും വളർച്ചയിലേക്കുമുള്ള പാത മുതലാളിത്തവും സംരംഭകത്വവുമാണെന്നും ചുവപ്പ് കൊടികളും സമരങ്ങളുമല്ലെന്നും ബംഗാളിലേതുപോലെ കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിഞ്ഞത് നന്നായി എന്നാണ് ലേഖനത്തിൽ പറയുന്ന മറ്റൊരു വാക്ക്. ഇതൊക്കെ വായിച്ചിട്ടാകുമോ AK ബാലനും പിണറായി വിജയനുമൊക്കെ തരൂരിനെ വല്ലാതെ പുകഴ്ത്തിയത്? ഡോക്ടർ ബി ജയരാജ്. അല്ല, ഇതിനകത്ത് ഞാനിപ്പോൾ 3 പാനലിസ്റ്റുകളുടെ വാക്കുകൾ കേട്ടോണ്ടിരുന്നതാണ്. ഇതിനകത്ത് 3 പാനലിസ്റ്റുകളുടെ വാക്കുകൾ കേട്ടോണ്ടിരുന്നതായിരുന്നു. കൃഷ്ണരാജ് പറഞ്ഞ പോയിന്റിലോട്ട് ഞാൻ വരാം. അതിനുമുമ്പ് ഇതിനകത്ത് പ്രധാനമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് കാണാതെ മരം കാണുകയും മരം കണ്ട് കാട് കാണാതിരിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതാണ് ഈ ശശി തരൂരിൻ്റെ ലേഖനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. പല ആളുകളും വിലയിരുത്തിയപ്പോൾ ലേഖനത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ വ്യാവസായിക സൗഹൃദ സംസ്ഥാനം അല്ലെന്നും ഇവിടെ വ്യവസായികളെല്ലാം ആത്മഹത്യ ചെയ്യുകയാണെന്നൊക്കെയാണ്. തൊട്ടപ്പുറത്തെ സ്റ്റേറ്റ് കർണാടകയിൽ കഴിഞ്ഞ വർഷം മാത്രം 400ഓളം വ്യവസായികൾ ആത്മഹത്യ ചെയ്തു. ആന്റർപ്രണേഴ്സ് ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. മഹാരാഷ്ട്രയിൽ 2000-ലധികം പേരാണ് ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന വ്യവസായികളുടെ എണ്ണം 10 പേരിൽ 10-ന് താഴെയാണ്. ഒരാൾ പോലും പോരുതെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും വാസ്തവം അതാണ്. അപ്പോഴാണ് ഇവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനം അല്ല. ശരിയാണ്, നമ്മൾ വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവറില്ല. ഒന്നാമത്തെ കാര്യം, വൻ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് പവർ സപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പവർ വിലയ്ക്ക് മേടിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ കാര്യം ജലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പണ്ട് തൊട്ടേ കേരളം തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. റൂമിനകത്ത് ഇരുന്നുകൊണ്ട് IT ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേരളത്തിൽ കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാർട്ടപ്പ് കമ്പനികളെ നമ്മൾ ഉന്നം വെച്ചത്, കേരള മോഡൽ എന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചത്. ആ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ കണക്കുകളാണ്, ആഗോള കണക്കുകളും കേരളത്തിൻ്റെ വളർച്ചയുമാണ്. എന്താണ് കേൾക്കുന്നുണ്ടോ? അങ്ങ് തുടർന്നോളൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും? കേൾക്കാം, പറയൂ. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ആഗോള തലത്തിലുള്ള കണക്കുകളാണ് ശശി തരൂർ കമ്പോട് കമ്പ ലേഖനം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. അതിനിടയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് കരുതി ഒരു വിമർശനം, ആ വിമർശന ഭാഗമാണ് ഇപ്പോൾ കൃഷ്ണരാജ് വായിച്ച് നമ്മളെ കേൾപ്പിച്ച ആ ഒരു ഭാഗം. അതിനകത്ത് പറയുന്നത് ശശി തരൂർ ഏതാണ്ട് 24 പുസ്തകങ്ങളും ഒക്കെ എഴുതിയ ഒരാളാണ്, വലിയ പണ്ഡിതനാണ്. നമ്മൾ ഈ പറയുന്ന കണക്കുപോലെ UN അണ്ടർ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തുടക്കത്തിൽ നിന്നാണ് ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. എലിഫന്റ്, ടൈഗർ ആൻഡ് ദ സെൽഫോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആന മന്ദഗതിയിലാണ് നടക്കുന്നത്. ആനയുടെ ഈ ദുർമേധസ് എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ദേഹത്ത് വരകൾ വീഴുന്നതും അതൊരു പുലിയായിട്ട് അല്ലെങ്കിൽ ഒരു കടുവയായിട്ട് സ്ട്രൈപ്സ് വീഴുന്നതും ഒക്കെയാണ് അയാൾ ഇമാജിൻ ചെയ്തിട്ടാണ് ശശി തരൂർ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ കേരളത്തിൽ സമൂലമായ മാറ്റം ഓണ്ടർപ്രണർഷിപ്പിലൂടെയും സ്റ്റാർട്ടപ്പുകളിലൂടെയും നടപ്പിലാക്കും എന്നുള്ളൊരു അഭ്യുദയകാംക്ഷിയുടെ ഒരു ഇതായിട്ട് മാത്രമാണ് നമ്മൾ അതിനെ കണ്ടാൽ മതി. അതിന് കൃത്യമായിട്ട് കണക്കുകളാണ്, ഒരു കള്ളത്തരം പോലെ. അതുകൊണ്ടാണ് ശശി തരൂർ വെല്ലുവിളി ചോദിച്ചത്, ഞാൻ ഇതിനകത്ത് പറയുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. അതിനകത്തുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ശശി തരൂർ തന്നെ പറയുന്നത് 2021 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1.7 ബില്യൺ 5 മടങ്ങ് കൂടുതലാണ് ഗ്ലോബൽ ആവറേജിനേക്കാളും, ഗ്ലോബൽ എക്കോസിസ്റ്റത്തിനേക്കാളും. അതുപോലെ തന്നെ ജൂലൈ 2001 മുതൽ 2023 വരെ 46% വേൾഡ് വൈഡ് ആവറേജ് ഗ്രോത്ത്. എക്കോ കേൾക്കുന്നല്ലോ, പറഞ്ഞോളൂ. എക്കോ കേൾക്കുന്നല്ലോ, ഒന്ന് ക്ലിയർ ചെയ്യൂ. കേരളയിലെ 246% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. 246%. 46%-ൽ നിന്ന് കേരള ആവറേജ് കമ്പയർ ചെയ്യുമ്പോൾ 246%ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമാണ്, സിംഗപ്പൂരിൽ 3 ദിവസം കൊണ്ട് സാങ്ഷൻ കിട്ടുമ്പം 2 ദിവസം കൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് സാങ്ഷൻ കിട്ടുമെന്നുള്ളത് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ 2 മിനിറ്റ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് കിട്ടുന്നെന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള
സ്റ്റാർട്ടപ്പിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൊടുക്കുന്ന അല്ലാതെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനകത്ത് നമ്മൾ എപ്പോൾ പറഞ്ഞാലും ആന്തൂർ സാജനും പുനലൂരും മറ്റ് കേസുകളും പറയുന്നത് പോലെയല്ല സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസീസ് ഒത്തിരി ഡെവലപ്മെന്റ് 25 വർഷത്തിന് മുമ്പ് ഇത് ചെയ്തിരുന്നെങ്കിൽ കേരളം അങ്ങ് ഒട്ടേറെ മുന്നോട്ട് പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. 21 വർഷത്തിന് മുമ്പ് AI ഒന്നും ഇല്ല ഹരിദാസ് സാർ. 21 വർഷത്തിന് മുമ്പ് ഇത്രയധികം IT ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ വന്നിട്ടും അത് ചൂഷകനാണെന്നൊക്കെയാണല്ലോ ഇപ്പോഴും എം.വി. ഗോവിന്ദൻ പറയുന്നത്. കാര്യം കാണാതിരുന്നൂടാ. അത് വേറെ ഒരു വിഷയം. അത് വേറൊരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന്റെ അന്ന് കമ്പ്യൂട്ടർ വന്നപ്പോൾ അങ്ങനെ എതിർത്തു, ഇപ്പോൾ ആപ്പിളിന്റെ ഫോൺ ഉപയോഗിക്കുന്നു, ഇപ്പോൾ AI വന്നപ്പോൾ എതിർക്കുന്നു, ഇനി AI അത്യന്താപേക്ഷിതമായ ഒന്നായി മാറുമ്പോൾ അതിനെ സ്വീകരിക്കുന്നു. ഇത് സ്ഥിരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു ശൈലിയാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായിരിക്കും അദ്ദേഹം സൂചിപ്പിച്ചത്. കൃഷ്ണരാജ, അതിന് ഞാൻ പറയുന്ന കേൾക്കൂ. എനിക്ക് പറയാൻ അവസരം തരുമോ? കൃഷ്ണരാജ് പറഞ്ഞത് തെറ്റാണ്. കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പിലാക്കുമ്പോൾ ഒരു തൊഴിലാളിക്ക് പോലും അതിന്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെടരുതെന്നാണ് ഇടതുപക്ഷം ആവശ്യപ്പെട്ടത്. അല്ലാതെ ട്രില്ലർ മെഷീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരു കർഷക തൊഴിലാളികൾക്ക് പോലും കർഷക തൊഴിലാളികളുടെ ഇതെല്ലാം അനുവദിച്ചുകൊണ്ട് തന്നെ, അവരുടെ ആനുകൂല്യങ്ങളെല്ലാം അനുവദിച്ചുകൊണ്ട് തന്നെ നടപ്പിലാക്കണമെന്നാണ്. അല്ലാതെ കർഷക തൊഴിലാളികളെ മുഴുവൻ എടുത്തു കളഞ്ഞുകൊണ്ട് ഇവിടെ ട്രില്ലർ സമ്പ്രദായം നടപ്പിലാക്കണമെന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിലൂടെ മറ്റ് അനുബന്ധ തൊഴിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ മുഴുവൻ തൊഴിൽ രഹിതരാകുമ്പോൾ അവരെ എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ. അതുപോലെ തന്നെ AI നടപ്പിലാക്കുമ്പോൾ AI നിയന്ത്രിക്കുന്ന കുറെ ആളുകളുണ്ട്, കുറെ വൈറ്റ് ജോബ് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളുടെ ജോലി സംരക്ഷണം, ആ തൊഴിലാളികൾക്ക് ഇപ്പം സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു യൂണിഫോം മാറ്റി പോലും അവർക്ക് ഒരു ടൈ കെട്ടാതെ വന്നു പോലും അവർക്ക് സമരം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൊഴിലാളികളുടെ സംഘടിത സംവിധാനത്തെ മുഴുവൻ നശിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ആഗ്രഹമാണ് ശശി തരൂർ ഈ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ചെങ്കൊടിയും സമരങ്ങളും അല്ല ഇതിൻ്റെ പ്രോസ്പെരിറ്റിക്ക് വികസനത്തിന് മുന്നോട്ട് വേണ്ടുന്നത്. അതിന് പകരം നമുക്ക് വേണ്ടുന്നത് ക്യാപിറ്റലിസവും എന്റർപ്രണർഷിപ്പും ആണ് എന്നാണ് പറയുന്നത്. സംരംഭകത്വവും മുതലാളിത്തവുമാണ് ലോകത്തിന്റെ ഡെവലപ്മെന്റ് എന്ന്. അങ്ങനെയാണെങ്കിൽ CPM നയവ്യതിയാനം ഉണ്ടായി എന്ന് ശശി തരൂർ പറയുന്നു. ഉദ്ധരിക്കപ്പെട്ടത് അത് സ്വീകരിക്കുന്നുവോ? അങ്ങനെയല്ല. കേരളത്തിന്റെ സാഹചര്യത്തിനകത്ത് വെച്ച് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷന് ടച്ച് ചെയ്യാത്ത രീതിയിൽ, മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില തൊഴിലുകളുണ്ട്. ആ തൊഴിലുകളുടെ സാധ്യതകളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനുകളെ കുറിച്ച് അറിയുന്നതും സ്റ്റാർട്ടപ്പ് മിഷൻ വളരെ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നതും അത് ടേക്കപ്പ് ചെയ്യാനായിട്ട് ധാരാളം ഓണ്ടർപ്രണേഴ്സ് വരികയും അതുകൊണ്ട് സ്റ്റാർട്ടപ്പിന്റെ സീലിംഗ് നമ്മൾ ഉയർത്തുകയും അങ്ങനെ നമ്മൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ആഗോള ലെവലിനേക്കാൾ 246% അധികമാവുകയും ഗ്രോത്ത് കാണിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം നമ്മൾ പറയുന്ന കണക്കൊന്നുമല്ല, ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള കണക്കാണ്. ഇത് ആരും പെരുപ്പിച്ച് കാണിക്കുന്നത്. അതെ, അതാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. ചുവപ്പ് കൊടികളല്ല വേണ്ടത്, സമരങ്ങളല്ല വേണ്ടത്, നമുക്ക് മാറ്റമാണ് വേണ്ടത്. അതായത് മുതലാളിത്തവും സംരംഭകത്വവും ആണ് വേണ്ടത് എന്ന് CPM തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവിലൂടെ മാറ്റമുണ്ടാകുന്നുവെങ്കിൽ ഉണ്ടാകട്ടെ, അത് കേരളത്തിന് ഗുണം ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോൾ കൃത്യമായൊരു സന്ദേശമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സൂചനയുണ്ടല്ലോ. നിങ്ങൾക്ക് ഇടതു പാർട്ടികൾക്ക് CPM നയിക്കുന്ന സർക്കാരിനൊക്കെ ഒരു നയവ്യതിയാനം ഉണ്ടായെന്ന്, അത് അംഗീകരിക്കാൻ എന്താണ് ഇത്ര കുഴപ്പം? നയവ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനെ പ്രശ്നത്തിലാക്കിക്കൊണ്ട് യാതൊരുവിധ നയസമീപനങ്ങൾക്കും നമ്മൾ പോകുന്നില്ല. ഇവിടെ വികസനം വരണം, ഇവിടെ തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടണം, ഇവിടെ ക്ഷേമ പെൻഷനുകൾ നടപ്പിലാക്കണം, പാവപ്പെട്ടവരെ സംരക്ഷിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ വികസനം വരണം. അല്ലാതെ ഇവരെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട്, ഇവരെല്ലാം ചവിട്ടി തേച്ചുകൊണ്ട് റിച്ചർ ബിക്കമിങ് മോർ റിച്ചർ ആൻഡ് പൂറർ ബിക്കമിങ് മോർ പൂർ എന്നുള്ള ഇന്ത്യൻ എക്കണോമിയുടെ വ്യവസ്ഥിതി കേരളത്തിൽ നടപ്പിലാക്കാൻ എന്തായാലും ഇടതുപക്ഷം ഒരു സ്ഥലത്തും. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം.